അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഒരു വണ്ടിയെ നമ്മൾ എങ്ങനെ പാർക്ക് ചെയ്യും എന്നാണ്. ഇപ്പം നമ്മൾ 2 അടയാളങ്ങളുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു കമ്പി നമ്മൾ അടിച്ചിട്ടുണ്ട്, വലതുവശത്ത് ഒന്നാമത്തെ കമ്പി. അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തായിട്ട് മറ്റൊരു കമ്പിയുണ്ട്. അപ്പോൾ ഈ 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ വണ്ടിയെ പാർക്ക് ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പാർക്കിംഗ് നമ്മൾ വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസമാണ് നിങ്ങളെ വണ്ടിയെ പാർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാർ പറയുന്നത്. റോഡിൽ നിന്ന് ഇറക്കി നിർത്തൂ എന്നെല്ലാം പറയുന്നത് ആ ഒരു ടെസ്റ്റ് സമയത്താണ്. പക്ഷേ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ തുടക്ക സമയങ്ങളിൽ തന്നെ പാർക്കിംഗ് ചെയ്ത് കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പാർക്കിങ്ങിൻ്റെ ക്ലാസ് നടക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 2 കമ്പികളുടെ മധ്യഭാഗത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏർലി മോർണിംഗിലായതുകൊണ്ടാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ വണ്ടി ഡയറക്ഷൻ പോകുന്നത് ഹെഡ്ലൈറ്റിന് സഹായത്താൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. ഓക്കെ, അപ്പം നമ്മൾ പാർക്ക് ചെയ്യാൻ പോവുകയാണേ. ശരി, കാല ആക്സിലേറ്ററിൽ വയ്ക്കും. അപ്പോൾ ആക്സിലേറ്ററിൽ വെച്ചിട്ട് സ്പീഡ് നമ്മൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിലൂടെ കൺട്രോൾ ചെയ്യും. പകുതിക്ക് മേൽ ക്ലച്ച് ഉയരാതെ ആക്സിലേറ്റർ ഒരുപോലെ വച്ചുകൊണ്ട് ക്ലച്ച് ഹാഫ് ക്ലച്ച് വരെ ഉയർന്നും 1 പോയിൻ്റ് താഴ്ത്തിയുമാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയെ കൊണ്ടുവന്ന് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് മിറർ കണ്ട, ഈ സൈഡ് മിറർ നമ്മളെ ഈ ഒരു അടിച്ചിരിക്കുന്ന കമ്പി കഴിയുമ്പോൾ നോക്കണം. ആ സൈഡ് മിറർ കമ്പി കഴിയുന്ന കാണാൻ പറ്റും. ഇപ്പോഴല്ല കണ്ട, സൈഡ് മിറർ കമ്പി കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡ് മിറർ കമ്പി കഴിയുമ്പോൾ നമ്മൾ ഫുള്ള് റൈറ്റ് തിരിക്കും മുഴുവൻ. അപ്പോൾ ഒരുപോലെ ആക്സിലേറ്റർ വച്ച് ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ നിന്ന് ഉയരാതെയാണ് വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആക്സിലേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഓഫ് ആവും, ക്ലച്ച് പെട്ടെന്ന് എടുത്താൽ എൻജിൻ ഓഫ് ആവും. അപ്പോൾ ആക്സിലേറ്റർ ഒരുപോലെ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നു. ക്ലച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ച് വരെ വന്ന് നിൽക്കുന്നു. കണ്ടോ, മാക്സിമം മരത്തിന് ചേരണം. കണ്ടോ, അപ്പോൾ റൈറ്റ് സൈഡ് മാക്സിമം ചേർന്നിട്ട് അപ്പം ഫ്രണ്ടും കമ്പിക്കകത്തായി ബാക്ക് വാൽ. ഇനി ഫുള്ള് ലെഫ്റ്റ്, അതുപോലെ മുഴുവൻ ലെഫ്റ്റ് തിരിക്കണം. സ്റ്റിയറിംഗ് നിർത്താതെ ഫുള്ള് ലെഫ്റ്റ് തിരിച്ചു. അപ്പോൾ ഇനി വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വണ്ടി വരും. നോക്കണം, ഇപ്പം ഫുള്ള് തിരിയട്ടെ മുഴുവൻ തിരിച്ചിട്ട് വണ്ടി ഇങ്ങനെ തിരിച്ച് വണ്ടി ലെവലാവും. നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുള്ള് റൈറ്റ് തിരിച്ചു, അത് കഴിഞ്ഞ് ഫുള്ള് ലെഫ്റ്റ് തിരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കണ്ട, അപ്പം നമ്മൾ ഈ അടിച്ചിരിക്കുന്ന മരത്തിനും കമ്പിക്കും ഇടയിലായിട്ട് വണ്ടി ലെവലാവും. കണ്ട, ലെവലായി. ഇനി 2 റൗണ്ട് തിരിച്ചിരിക്കണം. 1, 2 കണ്ട, 2 റൗണ്ട് തിരിച്ച് കഴിയുമ്പം വണ്ടി ലെവലായി, സ്റ്റോപ്പ്. കണ്ട, അപ്പം മരത്തിനും കമ്പിക്കും ഇടയിലായിട്ട് വണ്ടി ലെവൽ. ഇതാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പാർക്ക് ചെയ്യാൻ പറയുമ്പോഴും നമ്മൾ ആദ്യം നമ്മൾ കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കാണുക. എത്രമാത്രം നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഇറക്കുക. ഇറക്കുമ്പോൾ ആക്സിലേറ്റർ വച്ചുകൊണ്ടാണ് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ വലതുവശത്താണ് ഒതുക്കി നിർത്തുന്നതെങ്കിൽ ഫുള്ള് റൈറ്റ് ലെഫ്റ്റ് റിട്ടേൺ. അതല്ല ഇടതുവശമാണ് ഒതുക്കി നിർത്തുന്നതെങ്കിൽ ഫുള്ള് ലെഫ്റ്റ് റൈറ്റ് റിട്ടേൺ. ഈ 3 സ്റ്റേജുകൾ ചെയ്യുമ്പോൾ മാത്രമേ വണ്ടിയുടെ ബോഡി ലെവലാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ കണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്നെങ്കിൽ വീട്ടിലെ കസേരയിലിരുന്നു കൊണ്ട് സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിക്കാൻ പറയുന്നത് പോലെ തിരിച്ചു, വണ്ടി ബോഡി ലെവലായെന്ന് തിരിച്ചു. അതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കാർ ഓടിക്കുന്ന അതേ ഇമ്പ്രൂവ്മെൻറ്റ് വരും. എന്നിട്ട് നമ്മൾ കാർ ഓടിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഐഡിയകളാണ്. ചില കുട്ടികൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരില്ല. ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ക്ലിക്കാവുള്ളൂ. അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ.